ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. രാജ്യത്തെ ആണവ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെൻസസ് യജ്ഞത്തിൽ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വോട്ടെടുപ്പ് 29-ന്. കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ജനഹിതമറിയാൻ ഇനി 8 നാൾ. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും പൊലിമ ചോരാതെ തൃശൂർ പൂരം. ഉത്തരേന്ത്യയിൽ വരും ദിവസങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്നും നാളെയും കനത്ത ചൂട് തുടരും. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ലക്നൌ സൂപ്പർ ജയന്റ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം നാളെ മുതൽ. വേനൽക്കാല വസതിയായ ഷിംലയിലെ രാഷ്ട്രപതി നിവാസിലാകും ശ്രീമതി മുർമു താമസിക്കുക. ബുധനാഴ്ച ഷിംല ലോക് ഭവനിൽ ഹിമാചൽ പ്രദേശ് ഗവർണർ ഒരുക്കുന്ന വിരുന്നിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വ്യാഴാഴ്ച രാഷ്ട്രപതി അടൽ തുരങ്കം സന്ദർശിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് നാളെ തുടക്കമാവും. വിശാഖപട്ടണത്ത് ആന്ധ്ര സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ത്യയുടെ സിവിൽ ന്യൂക്ലിയർ പ്രോഗ്രാം രാഷ്ട്രനിർമ്മാണത്തിൽ ഗണ്യമായ സംഭാവന നൽകുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ക്രിട്ടിക്കാലിറ്റി കൈവരിച്ചത് രാജ്യത്തിന്റെ ആണവോർജ്ജ യാത്രയിലെ നിർണായക നാഴികക്കല്ലാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പൂർണ്ണമായും തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ ആണവ റിയാക്ടർ നിർമ്മിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ ആണവ പദ്ധതിക്ക് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. भारत ने विज्ञान को हमेशा देश की प्रगति से जोड़कर देखा है. हमारे वैज्ञानिक सिविल न्यूक्लियर प्रोग्राम को आगे बढ़ा रहे हैं. यह कार्यक्रम राष्ट्र निर्माण में अहम योगदान दे रहा है. इससे हमारी इंडस्ट्रियल ग्रोथ को, एनर्जी सेक्टर को, हेल्थ केयर सेक्टर को बहुत लाभ हुआ है. खेती किसानी से लेकर आधुनिक इनोवेटर्स को भी भारत के सिविल न्यूक्लियर प्रोग्राम ने बहुत मदद की है. പ്രകൃതി സംരക്ഷണത്തിന് പ്രചോദനമേകുന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചുവടുവയ്പ്പുകളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റൺ ഓഫ് കച്ചിനെ ജീവസുറ്റതാക്കി മാറ്റുന്ന ഫ്ലമിംഗോ പക്ഷികളെക്കുറിച്ചും ഉത്തർപ്രദേശിലെ ഗജ് മിത്ര സംരംഭത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. हर साल लाखों फ्लेमिंगो यहाँ आते हैं. पूरा इलाका गुलाबी रंग से रंग जाता है. इसलिए इसे फ्लेमिंगो सिटी कहा जाता है. ये पक्षी यहीं घोंसले बनाते हैं और अपने बच्चों को बड़ा करते हैं. कच्छ के लोग इन्हें लाखाजी के बाराती कहते हैं. अब लाखाजी के बाराती कच्छ में पर्यावरण संरक्षण के बड़े सुंदर प्रतीक बन गए. യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ രാജ്യത്തെ പെൺകുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. തിരുവനന്തപുരം സ്വദേശി സഞ്ജന ചാക്കോ ഉൾപ്പെടെയുള്ള 4-അംഗ ടീം 6ാം സ്ഥാനം നേടി. തന്റെ നേട്ടത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചതിൽ സഞ്ജന സന്തോഷം പ്രകടിപ്പിച്ചു. ഈ നേട്ടം കൂടുതൽ പെൺകുട്ടികൾക്ക് പ്രചോദനമാകുമെന്ന് കരുതുന്നതായി സഞ്ജന പറഞ്ഞു. രാജ്യത്തെ സെൻസസ് സർക്കാർ നടപടി മാത്രമല്ലെന്നും ഏവരുടെയും ഉത്തരവാദിത്വമാണെന്നും പ്രധാനമന്ത്രി. ജനങ്ങളുടെ പങ്കാളിത്തം നിർണായകമാണെന്നും നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. സെൻസസ് 2027 എല്ലാ വിവരങ്ങളും ഡിജിറ്റലായി രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ചും അദ്ദേഹം പരാമർശിച്ചു. ഏവരും സെൻസസ് പ്രക്രിയയിൽ പങ്കെടുത്ത് വിജയകരമാക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്കൂൾ കുട്ടികൾ അവധിക്കാലം പരമാവധി ആസ്വദിക്കണമെന്നും പുതുതായി എന്തെങ്കിലും പഠിക്കേണ്ട സമയമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വേനൽക്കാലമായതിനാൽ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ഓർമ്മിപ്പിച്ചാണ് മൻ കി ബാത്തിന്റെ ഈ പതിപ്പ് പ്രധാനമന്ത്രി അവസാനിപ്പിച്ചത്. രാജ്യത്തിന്റെ സാങ്കേതിക ശേഷിയായിരിക്കും വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ശക്തി നിർണ്ണയിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ നടന്ന പാൻ IIT പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയുടെ ഉപഭോക്താവ് എന്നതിനപ്പുറം അതിന്റെ സ്രഷ്ടാവായി മാറണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പൂരാവേശത്തിൽ തൃശൂർ. താളമേള വർണ്ണവിസ്മയങ്ങൾ തീർത്ത കുടമാറ്റത്തിനും ഇലഞ്ഞിത്തറ മേളത്തിനും 10,000 സാക്ഷ്യം വഹിച്ചു. കടുത്ത ചൂട് അവഗണിച്ചാണ് പുരുഷാരം തേക്കിൻകാട് മൈതാനത്ത് പൂരം ആസ്വദിക്കാനെത്തിയത്. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുടമാറ്റം ഇത്തവണ ഏറെ നീണ്ടില്ല. നാളെ പകൽപൂരത്തിനു ശേഷം തൃശൂർ പൂരം സമാപിക്കും.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രിയുടെ സിക്കിം ഉത്തർപ്രദേശ് സന്ദർശനത്തിന് നാളെ തുടക്കമാവും. നാളെ സിക്കിമിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച ഉത്തർപ്രദേശിലെത്തും. വാഷിംഗ്ടൺ DC-യിലെ ഹോട്ടലിലുണ്ടായ വെടിവയ്പിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിത മെലാനിയ ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസുമടക്കം സുരക്ഷിതരാണെന്ന വാർത്തയിൽ ആശ്വാസം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആക്രമണത്തെ അപലപിക്കുന്നതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് പങ്കെടുത്ത അത്താഴ വിരുന്നിനിടെയാണ് വെടിവയ്പുണ്ടായത്. ജനഹിതമറിയാൻ ഇനി 8 നാൾ. കേരളം, തമിഴ്നാട്, അസം, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. അതേസമയം ബുധനാഴ്ച 2ാം-ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ പ്രചാരണം ഊർജിതമാണ്. ഒരു റിപ്പോർട്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിനായുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. 29-നാണ് വോട്ടെടുപ്പ്. റോഡ് ഷോകൾ, റാലികൾ, പൊതുയോഗങ്ങൾ എന്നിവ മണ്ഡലങ്ങളിൽ സജീവമായി തുടരുന്നു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് റോഡ് ഷോയിലും പൊതുയോഗങ്ങളിലും പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയും തിരഞ്ഞെടുപ്പ് റാലികളിൽ സജീവമാണ്. CPIM ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലിം, മുതിർന്ന നേതാവ് ബൃന്ദ കാരാട്ട് എന്നിവർ പാനിഹാട്ടിയിലും ഗഡ്ദഹായിലും റാലികളിൽ പങ്കെടുത്തു. ഈ മാസം 23-ന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 93.19% പോളിംഗാണ് പശ്ചിമബംഗാളിൽ രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ആഗോള പ്രശംസ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൂക്ഷ്മമായ ആസൂത്രണത്തെ അഭിനന്ദിച്ച അന്താരാഷ്ട്ര പ്രതിനിധി സംഘം വോട്ടിനെ വോട്ടറിലേക്ക് എത്തിക്കുക എന്നതാണ് യഥാർത്ഥ ജനാധിപത്യമെന്ന് അഭിപ്രായപ്പെട്ടു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ IEVP പരിപാടിയുടെ ഭാഗമായി 38 രാജ്യങ്ങളിൽ നിന്നുള്ള 70 പ്രതിനിധികൾ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിട്ട് വീക്ഷിച്ചു. വിവിധ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് സ്ഥാപനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇന്റർനാഷണൽ ഇലക്ഷൻ വിസിറ്റേഴ്സ് പ്രോഗ്രാം IEVP. അടുത്ത 3 ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മധ്യമേഖലകളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മുകശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി എന്നിവിടങ്ങളിൽ നാളെ വരെ ഉഷ്ണതരംഗം അനുഭവപ്പെടും. ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ബുധനാഴ്ച വരെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയായിരിക്കും. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ എന്നിവിടങ്ങളിൽ നാളെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഇന്നും നാളെയും കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് 39 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ട്. കനത്ത ചൂടിന് ആശ്വാസം പകർന്ന് വിവിധ ജില്ലകളിൽ ഇന്ന് വേനൽ മഴയെത്തി. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ലക്നൌ സൂപ്പർ ജയന്റ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ബാറ്റിംഗിനയച്ചു. ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന സ്പോർട്ടിംഗ് ഡൽഹി മുഹമ്മദൻ SC മത്സരം സമനിലയിൽ. ഇരു ടീമും 2 ഗോൾ വീതം നേടി. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന അനോഷിന്റെ ചികിത്സാ ചെലവ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. നിലവിൽ അപ്പോളോ ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അനോഷിന്റെ സഹോദരൻ ആൽജോ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ഈ മാസം 30-ന് കൊച്ചിയിൽ നിന്നും യാത്ര തിരിക്കും. 8300-ലധികം തീർത്ഥാടകരാണ് 20 സർവീസുകളിലായി കൊച്ചിയിൽ നിന്നും യാത്ര തിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും മെയ് 6-നാണ് ഹജ്ജ് യാത്ര ആരംഭിക്കുക. കോഴിക്കോട് നിന്നും മെയ് 15 മുതൽ 18 വരെ സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഹജ്ജ് കമ്മിറ്റി വൃത്തങ്ങൾ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും LPG-യുടെയും ലഭ്യത ഉറപ്പുവരുത്താൻ കൃത്യമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. 52 ലക്ഷത്തിനടുത്ത് ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ ഇന്നലെ മാത്രം വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് നാളെ തുടക്കമാവും. രാജ്യത്തെ ആണവ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെൻസസ് യജ്ഞത്തിൽ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വോട്ടെടുപ്പ് 29-ന്. കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ജനഹിതമറിയാൻ ഇനി 8 നാൾ. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും പൊലിമ ചോരാതെ തൃശൂർ പൂരം. ഉത്തരേന്ത്യയിൽ വരും ദിവസങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്നും നാളെയും കനത്ത ചൂട് തുടരും.
IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ലക്നൌ സൂപ്പർ ജയന്റ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.